ബാർക്കോഴ ആരോപണം രണ്ടാം ഘട്ടം, അതായത് ബാർക്കോഴയിലെ പുതിയ ആരോപണത്തിൽ അനിമോന്റെ മൊഴി ബാറുടമ വിശദമായി പരിശോധിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. സർക്കാരിനോ പാർട്ടിക്കോ പണം നൽകാൻ വേണ്ടിയല്ല തന്റെ ഓഡിയോ സന്ദേശം എന്ന നിലപാട് ക്രൈംബ്രാഞ്ചിന് മുന്നിലും അനിമോൻ ആവർത്തിച്ചിരുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന ചീഫ് സെക്രട്ടറി തന്നെ മദ്യനയത്തിൽ വിശദീകരണം നൽകിയത് പുതിയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. എക്സൈസ് മന്ത്രിയാകട്ടെ വിദേശയാത്രയിലാണ്. അന്വേഷണം കേന്ദ്ര ഏജൻസി കൈമാറണമെന്ന ആവശ്യം BJP നിരന്തരം ഉന്നയിക്കുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യം കൂടിയുണ്ട്. വി അരുൺ തന്നെയാണ് അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുക. അരുൺ, ഈ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറണമെന്ന് BJP, ഒപ്പം ചീഫ് സെക്രട്ടറി വിശദീകരണം, എല്ലാം കൂടി ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാണല്ലോ. ഈ ബാർക്കോഴയിൽ ആരോപണത്തിന് പിന്നിൽ കാര്യമായിട്ടൊന്നുമില്ല എന്ന് ബാറുടമകളൊക്കെ പറയുന്നു. അനിമോൻ മൊഴി അത്തരത്തിൽ നൽകുന്നു. ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും ചെറിയൊരു തരത്തിലെങ്കിലും സർക്കാർ പ്രതിരോധത്തിലാവുന്നില്ല ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും ബാർക്കോഴയിൽ എല്ലാ പ്രതിരോധ മാർഗങ്ങളും പ്രതിരോധ മറകളും സർക്കാർ തീർക്കുകയാണ്. അതിന് കാരണം ബാർക്കോഴ ആരോപണത്തിൽ കഴമ്പില്ല, അത്തരമൊരു കോഴ നൽകാൻ ശ്രമിച്ചിട്ടില്ല, പണം പിരിച്ചിട്ടില്ല എന്ന് ബാറുടമകൾ പറയുമ്പോഴും പ്രതിപക്ഷം അത് ഏറ്റെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി അത് മാറിക്കഴിഞ്ഞു. പ്രതിപക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ കടക്കാനുള്ള പ്രഖ്യാപനം വന്നുകഴിഞ്ഞു. നിയമസഭാ സമ്മേളനം 10-ന് ആരംഭിക്കുകയാണ്. സഭാ തലത്തെ നിയമസഭയെ ചൂടുപിടിപ്പിക്കുന്ന അവിടെ ഉദ്യോഗം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ആദ്യം മന്ത്രി MP രാജേഷ് വിവാദം പുറത്തു വന്ന മണിക്കൂറുകൾക്കുള്ളിൽ CPI സംസ്ഥാന സെക്രട്ടറിയുടെ കൂടി അനുമതിയോടെ MP രാജേഷ് ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് അന്വേഷണം പ്രഖ്യാപിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി കത്ത് നൽകുകയും അന്ന് രാത്രി തന്നെ അന്വേഷണത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെ ടൂറിസം ഡയറക്ടർ ചില യോഗങ്ങൾ വിളിച്ചിരുന്നു. ചീഫ് സെക്രട്ടറി നിർദ്ദേശപ്രകാരം യോഗങ്ങൾ വിളിച്ചിരുന്നു. അതുകൊണ്ട് ആദ്യം